അമ്മമ്മക്ക് വേണ്ട, മക്കള് കഴിച്ചോ? അമ്മമ്മക്ക് ഇഷ്ടമല്ല മക്കളെ, എനിക്ക് വേണ്ട. അമ്മമ്മക്ക് കട്ടയപ്പമാണ് ഇഷ്ടം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളു. നിങ്ങളുടെ അച്ഛൻ കൊറേ കഴിച്ചതാ ഇതൊക്കെ, കട്ടയപ്പൊക്കെ. കട്ടയപ്പോ, ഈ കട്ടയപ്പം കപ്പ അരിഞ്ഞ് വെള്ളത്തിൽ കഴുകി അതിൽ നിന്ന് തെളിഞ്ഞു കിട്ടുന്ന കട്ടാണ്, അതിൽ നിന്ന് വരുന്നതാണ് ആ കട്ടാണ്. അങ്ങനെ പല ദിവസം തെളിഞ്ഞ വെള്ളത്തിൽ നിന്ന് വരുന്ന കട്ടെടുത്താണ് കട്ടയപ്പവും കട്ടദോശയും കട്ടടയൊക്കെ ഉണ്ടാക്കുന്നത്. ഒത്തിരി ശർക്കരയും കൂടെ ചേർത്താലുണ്ടല്ലോ നല്ല രുചിയായിരിക്കും. അമ്മയ്ക്ക് വയ്യ മക്കളെ, അമ്മ എടുത്ത് പറ, അമ്മ ഉണ്ടാക്കി തരും. അമ്മ കേൾക്കത്തില്ല. എന്നാ അച്ഛൻ്റെ അടുത്ത് പറ, അമ്മ എടുത്ത് പറഞ്ഞത് ഉണ്ടാക്കി തരും. വെള്ളിച്ചെല്ലും വേദറേ തുള്ളി തുള്ളി. ആഹാ, എനിക്കറിയാം. എന്താ ചേച്ചിയല്ലേ അച്ഛൻ കട്ടയപ്പം തിന്നിട്ടുണ്ടോ? കട്ടയപ്പം തിന്നിട്ടുണ്ടോ? കട്ടപ്പം തിന്നിട്ടുണ്ടോന്ന്? അച്ഛന്റെ കുഞ്ഞുനാളിലെ ഏറ്റവും ഫേവറേറ്റ് സംഭവമല്ലായിരുന്നു കട്ടപ്പം? മക്കളെ, ഭയങ്കര ടേസ്റ്റാണത്. എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ജെല്ലിമുട്ട നമ്മളിപ്പോ കഴിക്കില്ലേ, അതുപോലെ ഇരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ മധുരം ചേർക്കാം. ഇപ്പൊ പഞ്ചസാര ചേർക്കാം, ശർക്കര ചേർക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. വേറെ സംഭവം അറിയാമോ? തങ്കത്തിന് പോലും കൊടുക്കാതെ അമ്മ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. ഇത് നമ്മുടെ ബേക്കറി സാധനങ്ങൾ, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ബേക്കറി സാധനം അതിനേക്കാളും കിട്ടലാണ്. പണ്ട് നമ്മുടെ വീട്ടിന് താഴെ നമ്മുടെ അപ്പുമാവനുണ്ടായിരുന്നു, മേശ്ശേരി. അപ്പം ആ അപ്പൂപ്പൻ്റെ മക്കളുണ്ട്, ഉഷ ചേച്ചി, ചിത്ര ചേച്ചി, ഗീത ചേച്ചി. അവരിതിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പം അവർ താഴെ ഉണ്ടാക്കുമ്പോൾ കമലമ്മ എനിക്കൂടെ കൊടുത്തു വിടുമായിരുന്നു. കാരണം അതിൻ്റെ ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ടേസ്റ്റ് ആക്കല്ലേ. നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഇതൊന്നുമില്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. കട്ടപ്പം പൊളിയാണ്. എന്ത് ഇപ്പൊ ഇത് ആര് പറഞ്ഞത് ഈ കാര്യം? അത് അമ്മ പറഞ്ഞു, അമ്മയോട് അമ്മയോട്. ചേച്ചി, നമുക്ക് അമ്മയടുത്ത് പാലല്ലോ ഉണ്ടാക്കി തരാൻ. പക്ഷെ നീ തന്നെ അമ്മയോട് പറയണം. ഞാനല്ലല്ലോ അച്ഛനടുത്ത് പാല് തുടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ചേച്ചിയെക്കാളിൽ ഇത്തിരി കൂടെ കൂടുതലാണ്. അത് ന്യായമാണ്. ആരാണോ നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ സൈഡ് നമുക്കൂടെ തരണേ. അമ്മ ഒന്ന് വളച്ചെടുത്തോ, അവള് വീടോന്ന് അറിഞ്ഞൂടാ. എന്തോ എന്തോടി ഇവിടെ വിളിച്ചത്? എന്തോ കാര്യം ഇവക്ക് സാധിക്കാനുണ്ടല്ലേടി നല്ലു. എന്തുവാടി സയ്യു? എന്തുവാടി? കട്ടയപ്പം ഉണ്ടാക്കി തരോ? കട്ടപ്പയാ? കട്ടയപ്പോ മറ്റേ നമ്മുടെ കപ്പ വെള്ളത്തിൽ ഇതാക്കിയിട്ട് അതിൽ നിന്ന് കട്ട് വെച്ചിട്ടുണ്ടേ. ഇതാര് പറഞ്ഞു? അമ്മ പറഞ്ഞത്. ഞാനിപ്പൊ നിങ്ങള് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു അപ്പത്തിന്റെ കാര്യം തന്നെ കേൾക്കണത്. എന്തോ കട്ടയപ്പം? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഒന്നും. അമ്മ പറഞ്ഞു, അമ്മയോട് അറിയാതെ അമ്മ ഉണ്ടാക്കി തരുന്നു. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. എനിക്കറിയത്തില്ല സത്യമായിട്ടോ ഒന്നും ഉണ്ടാക്കാൻ. കള്ളപ്പോന്ന് കേട്ടിട്ടുണ്ട്, അതാണോ? എനിക്കറിയത്തില്ലപ്പാ. അല്ല തന്നെ ഇതൊന്നും ഉണ്ടാക്കി തരാൻ എനിക്ക് സമയമില്ല. അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഡാൻസ് ക്ലാസ്സിൽ പോവാൻ. എന്ത്? എനിക്കറിയാത്തത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരും? കള്ളപ്പം ഉണ്ടാക്കി തന്നാ മതിയോ? എനിക്കറിയത്തില്ലടി. അല്ലല്ലോ ഉണ്ടാക്കി തരാൻ എനിക്ക് സമയമില്ല. രണ്ടും കൂടെ ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏട്ടനറിഞ്ഞ
കട്ടപ്പോന്ന് അതെന്തോ ഏട്ടാ? നീ കേട്ടിട്ടില്ലേ? ആ, കഴിച്ചിട്ടില്ല? അയ്യോ അടിപൊളിയല്ലേ അടി അത്. എങ്ങനെയാ ഉണ്ടാക്കണെ? അത് നമ്മുടെ ഈ കപ്പയുടെ മട്ടി വരെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ നല്ല രസമായിട്ട് എന്റെ ഉണ്ടാക്കാൻ. പൊന്നെ എനിക്കറിയാൻ പാടില്ല, സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. അതിൽ തന്നെ എനിക്ക് ഭയങ്കര തിരക്കാ. പൊയ്ക്കേ രണ്ടും പോ. ആ അത് തന്നെ ചെല്ലാം അങ്ങോട്ട്. ചേച്ചി രണ്ടിനെ ഓടിക്കും. ഭയങ്കര തിരക്കാ ചേച്ചിക്ക്. ഇതോ പാർട്ടിയുടെ എന്തോ കാര്യത്തിനൊക്കെ പോകാനുണ്ട്. നിനക്ക് പറ്റൂല. എനിക്ക് പറ്റൂല. ഓക്കെ അവള് ചോദിക്കട്ടെ, മകൾ പോയി ചോദിച്ചോ. തങ്കമാവിയുടെ നമുക്ക് പറ്റൂലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് പോകുമ്പോ അവിടെ ചെല്ലുമ്പോ അവര് പറഞ്ഞോളൂല്ലോ, നമ്മൾ എന്തിനാണ് അഭിപ്രായം പറഞ്ഞത്? എനിക്ക് പറ്റുന്ന എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് വിശ്വാസമല്ലേ വേണ്ട. എനിക്കറിയത്തില്ല ഏട്ടാ. കഴിച്ചിട്ടില്ലേ ഇത്? പണ്ട് എന്റെ ഫേവററ്റ് സാധനം. ആണോ? ആരെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ കഴിക്കാം. കുടങ്ങാവളക്കാരുടെ ഒരു പ്രത്യേകതയാണല്ലോ, ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നിങ്ങളൊക്കെ. എടി ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് കുറച്ച് ദിവസം പല ദിവസങ്ങളായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. എനിക്ക് പക്ഷെ കറക്റ്റ് അറിഞ്ഞൂടെ. അമ്മ പണ്ട് ഉണ്ടാക്കുന്നത് അമ്മ എനിക്ക് മാത്രമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നു. ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കാണ്ട് നമ്മുടെ ഇഷ്ടം. അതാണ് മര്യാദ. എനിക്കൊന്ന് ഇപ്പൊ അമ്മ പറഞ്ഞു തന്നാ കൂടി എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ സമയമില്ല. അത് അമ്മ ഇതുപോലെ കട്ടപ്പം പോലെ അമ്മയുടെ കുറച്ച് വെറൈറ്റി പെർഫോമൻസ് ഉണ്ട്. എന്തെന്നറിയാമോ? ചില പാചകങ്ങൾ ഒരപ്പം നീ കേട്ടോ, ഒരപ്പം. അയ്യോ അത് ഭയങ്കര രസമാണ്. നമ്മൾ ഈ അലുവ ഉണ്ടാക്കുക കണക്ക് തന്നെയാണ്. പക്ഷെ എന്തറിയാമോ, നമ്മൾ ഈ പാചകം വെറുതെ വർത്താനം പറയില്ല ചെയ്യും. കഴുകണ്ട വേണ്ട, അത് കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പൊ ഇതെങ്ങനെ അറിയാൻ വേണ്ടി, ഇത് നമ്മള് ഈ മറ്റേ അരിയും മറ്റേ ആദ്യം നമ്മുടെ ശർക്കര പാണി അയച്ചു. ഈ കട്ടപ്പത്തിന്റെ അല്ല, ഒരപ്പം. ഇത് പലതരത്തിലുള്ള അമ്മയുടെ സ്പെഷ്യൽ സാധനങ്ങളാണിത്. ഓ എനിക്ക് പോണേട്ടാ കൊച്ചുങ്ങളടുത്ത് പറയാൻ കണക്ക്. അപ്പൊ എന്തറിയാമോ, ഇത് ഞാൻ ഇതിന്റെ പൊളിച്ചിപ്പിടുവേ, പിന്നെ ഞാൻ തിന്നു അത്. അതാണ് മര്യാദ. അപ്പൊ എന്തറിയാമോ, ഇത് നമ്മൾ ആദ്യം ശർക്കര പാണി കൂട്ടും. അതിനകത്ത് മറ്റേ പായസം ഉണ്ടാക്കും പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അലുവ കിട്ടൂല നമ്മള്, അലുവ പോലെ. പിന്നെ അവസാനം അരി കിട്ടുന്നു. എല്ലാം ചെയ്ത് കിണ്ടുമല്ലോ നമ്മള്. കിണ്ടിന് ശേഷം ഇതിന്റെ മേളിലൊരു ഓടിന്റെ ഉരുളി വെക്കും. അരിയിട്ടാണോ വെക്കുന്നത്? ആ അരിയിലുണ്ടാക്കാം. അത് അരിപ്പൊടിയാണോ? അരിപ്പൊടി, അരിമാവ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കിണ്ടി എല്ലാം അലുവ കിണ്ടും പോലെ കിണ്ടും. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ മേളിൽ നമ്മളൊരു ഓട്ടുരുളി വെക്കും. അതിൽ കനലിടും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഉണ്ടല്ലേ, ഞങ്ങൾ അടിയാ കനലെല്ലാം കെട്ടിരിക്കുമ്പോൾ ഇതിന്റെ മേൽഭാഗം എടുത്ത് കളയുമ്പോൾ ഈ ഒരപ്പത്തിന്റെ മോൾ വശത്ത് ഇങ്ങനെ മുരിച്ചെടുക്കാൻ പറ്റുന്ന സാധനം കിട്ടും. ഭയങ്കര ടേസ്റ്റാ. ആദ്യം ഇതുണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കാം, നമ്മുടെ അടുത്ത് പറയാം. ഓക്കെ. ഇതെല്ലാം കണ്ട് പഠിക്കണം. ഇതൊക്കെ തനതായുള്ള പരിപാടികളാണ്. മാമി ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്തേലും ഒന്ന് പറ. മാമി ഉണ്ടാക്കി തന്നോ? എടി കൊച്ചു, നിങ്ങൾക്ക് എന്താടി പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഇതൊന്നും ഇപ്പൊ ആരും ഉണ്ടാക്കൂല. ഒന്നാമത്തെ ഈ കപ്പയിന്ന് കട്ടൊക്കെ എടുക്കാൻ ആരെ കൊണ്ട് പറ്റും? പിന്നെ അമ്മൂമ്മ പറഞ്ഞല്ല, അമ്മൂമ്മ കൊച്ചുനാളി കൊറേ തിന്നിട്ടുണ്ട്, നിങ്ങൾക്കും കൊറേ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നൊക്കെ. അത് പണ്ടല്ലേ കൊച്ചേ, ഇപ്പൊ ആർക്കും ഇതൊന്നും അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. പിന്നെ അമ്മൂമ്മയെല്ലാം ഓർത്ത് പറഞ്ഞല്ലോ. ഓർത്ത് പറഞ്ഞ അമ്മമ്മയ്ക്ക് ഓരോ വട്ട്. ഈ അമ്മയ്ക്ക് എന്തിന്റെ കേടാന്നാവോ? ഈ അമ്മ ഈ പിള്ളേരോട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ എന്തിനാന്നേ? അമ്മയെ കുറ്റം പറയും, മാമിയെ അമ്മൂമ്മയെ കുറ്റം പറയും. നിങ്ങളെ അമ്മൂമ്മയെ കുറ്റം പറയാനൊന്നും ഉണ്ടാക്കി താ ഞങ്ങക്ക്. എടി കൊച്ചു, നിങ്ങളെ ഒരു കാര്യം ചെയ്യാം. ശരി, ഉണ്ടാക്കി തരാം. എന്തെങ്കിലും മധുരം കഴിച്ചാ പോരെ? ഇങ്ങോട്ട് നോക്കി നല്ല ക്യാരറ്റ് അലുവ ഉണ്ടാക്കി തരട്ടെ മാമി? ഇതൊക്കെ തിന്നിട്ടുള്ളതല്ലേ ഞങ്ങൾ. കട്ടയപ്പം കുട്ടയപ്പം. എടി കൊച്ചത് 2-3 ദിവസം വേണം കപ്പയുടെ കട്ടൊക്കെ എടുക്കാനായിട്ട്. എനിക്ക് നേരമില്ല, എനിക്ക് പഞ്ചായത്തിൽ പോണ്ടേ. രണ്ടും ഓടിക്കോണം. അമ്മ എത്ര ആർമിട്ടേ ഉണ്ടാക്കി തന്നില്ല, മാമിയെ ഉണ്ടാക്കി താ. എന്റെ പൊന്നു മക്കളെ, മാമിക്ക് സമയമില്ല. മാമിക്ക് എന്തെങ്കിലും സമയം ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരാം. ഇപ്പൊ എന്റെ മക്കള് പോ ഓരോ കട്ടയപ്പം. എടി ഇവിടെ വാടി, ഞാൻ ക്യാരറ്റ് അലുവ ഉണ്ടാക്കി തരാം. ബാ. എനിക്ക് വേണ്ട. ഗിരിരാജനെ കണ്ടിട്ട് കൊറേ നാളായി. ഈയിടെയായിട്ട് അവൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. അമ്മ വന്നില്ലെന്താ, അമ്മായി വരുന്നുണ്ടല്ലോ. മാത്രമല്ല അമ്മായി വരണം എന്താ, അമ്മ അവനുടെ ചീരത്തൊട്ടത് എന്തോ പണിയുണ്ടെന്നൊക്കെയല്ലേ? അത് ഗിരിജ പറഞ്ഞതല്ലേ. അല്ല, സാധാരണ പിണക്കം അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് വരാറില്ല, രണ്ടുപേരും കൂടെ വരത്തുള്ളൂ. അതൊന്നുമല്ല, അവർ തമ്മിൽ കാര്യമായിട്ട് എന്തോന്നാ വഴക്കൊണ്ടേടാ. വെറുതെ ആവശ്യമില്ലാതെ ഓരോ ഊഹാഭോഗങ്ങളും പറഞ്ഞോണ്ടിരിക്കുക. ഊഹാഭോഗോ?
ഉടനെ അവൻ ചിരിച്ച്. അല്ല നീ ഒരു കാര്യം ചെയ്യ്, നാളെ എന്നെ ഒന്ന് വണ്ടി കയറ്റി വിട്, ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ, അല്ലാതെ എനിക്കൊരു സമാധാനവും വരുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാം. ആ നമുക്കൊരു സമാധാനം വേണ്ടേ? അതെ, അതാണ് എനിക്ക് സമാധാനം ഇല്ല. അത് തന്നെ മാമി ഉണ്ടാക്കി തരത്തില്ല. എന്തോന്ന് കട്ടയപ്പം അമ്മയും ഉണ്ടാക്കി തന്നില്ല, മാമയും ഉണ്ടാക്കി തന്നില്ല. എന്നാ അമ്മൂമ്മ ഉണ്ടാക്കി തരാം. എന്താ ഡാ, ഞാൻ സഞ്ചി എടുത്തോണ്ട് വരാം, നീ പോയി ഒരു 5 കിലോ കപ്പ വാങ്ങിച്ചോണ്ടോ. പറ്റുമെങ്കിൽ മതി. ആ അത് ഇപ്പൊ തന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. സോപ്പ് ഒപ്പിച്ചെടുത്ത് അമ്മ എന്നെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു. ആഹാ, അടിപൊളി, നല്ല പണി. പണ്ടാരം നീ എന്തേ നടക്കണ? നിനക്ക് ചെയ്യാനില്ലേ? പിന്നെ ഇല്ലേ, ആ 5 കിലോയുടെ പകുതി 2.5 കിലോ. ആ പക്ഷെ ഞാൻ എന്തേന്നറിയാ, തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോണ്ടേ, ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല. അപ്പൊ അമ്മയും ഏട്ടനും പിള്ളേരും എല്ലാം കൂടി ഇരുന്ന് ചിരടുന്നുണ്ട്. ഈ അമ്മക്ക് ഇത് എന്തിന്റെ കേടാന്നാവോ? ആവശ്യമില്ലാത്ത ഓരോ പണിയെടുത്ത് തലയിൽ വെക്കും. അതിന് അമ്മ അമ്മയുടെ തലയിലോട്ടല്ലേ എടുത്ത് വെച്ചത്, അമ്മ നമ്മുടെ തലയിലോട്ടല്ലേ എടുത്ത് വെച്ച് വന്നത്. സത്യം, അതുകൊണ്ടല്ലേ ഈ നേരെയില്ലാത്ത നേരത്ത് ഞാൻ ഇതിൽ കിടന്ന് ചാവേണ്ടി വന്നത്. ചേച്ചിനെ ഒഴിവാക്കാൻ ഞാൻ മാക്സിമം നോക്കിയതാ ചേച്ചി, പക്ഷെ ചേച്ചീനെ ഏട്ടനാ പണിതത്. എനിക്ക് തോന്നി, അവന് ഞാനത് കൊടുത്തിട്ടുണ്ട്. അമ്മേമോനും കൂടി കപ്പ തരാൻ വന്നപ്പോ ഞാൻ നല്ല അവസ്ഥക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ പണി. ചേച്ചി എനിക്കൊരു പൊട്ട് തരാൻ തന്നെ വന്നത്. നിന്റെ പൊട്ടൊക്കെ തീർന്നു. ആ ഡ്രോയുടെ ഉള്ളിലുണ്ട്. പൊട്ടൊക്കെ വാങ്ങിക്കണം. എവിടെയാ തേടി? ആ ഡ്രോയുടെ ഉള്ളില്. ഇതിന്റെ അകത്താ? ആ കിട്ടിയാ? ഇല്ലേ? കിട്ടി കിട്ടി. എന്റെ ദൈവമേ. കറക്റ്റ് ആണോ? പക്ഷെ ഇച്ചിരി വലുതാ. 2-3 ഞാൻ എടുത്തോട്ടെ. നീ ഇത്രയും വലുത് തൊടാറില്ലല്ലോ. എന്നാലും വാങ്ങിക്കുന്നോടെ അവരെ 2 എണ്ണം എടുത്തിട്ടുണ്ടേ. 2 3 എടുക്ക. ഇച്ചിരി നേരം വേണമെങ്കിൽ ചെയ്തിട്ടില്ല. ഇല്ല, താല്പര്യം പോട്ടെ. ഓ എന്ത്? അയ്യോ, ഇവിടെ കൂടെ ഒന്ന് ഇവിടെ എന്തോടെ ഇതൊക്കെ ഇട്ടേക്കണത്? ഇവിടെ കൂടെ ഒന്ന് റെഡിയാക്കണം. അല്ലേ എന്തൊരു പാടാ, കാല് വേദന എടുക്കും. നമുക്ക് ഹലോ, ഇതെവിടെ പോന്നടാ? ഞങ്ങൾ ആണ്ടുവഴി സിനിമയ്ക്ക് പോണം. നീ എവിടെ എന്താണ്? ഞാൻ എന്റെ പറമ്പൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഇതേടെ ഇവിടെ ഒരു കൊല വായിച്ചു കിടപ്പണ്ടാ. പ്ലാവിലാ? ഇത് പ്ലാവാണോ ഈ നിക്കുന്നത്? പ്ലാവില പിന്നെ ഇത് കഴിക്കാനായ പ്ലാവാണെന്ന് പോണർക്കാവുന്ന. അതിന്റെ അപ്പുറത്ത് വാഴ കണ്ടില്ലേ? ആ വാഴ. അതൊന്നും ആയില്ലേ, പരുവൊന്നും ആയില്ലത്. മൂത്ത് തുടങ്ങിയിട്ട് എവിടെ പോവാന്ന്? ഞങ്ങളിത് മറ്റേ മമ്മൂട്ടി സാറിനെ കാണാൻ പോണു. മമ്മൂട്ടി സാറിന്റെ പനി മാറിയില്ല ഇതുവരെ? കുറഞ്ഞെന്ന് തോന്നണ്. ഈ കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കാണണമെന്ന്. അപ്പൊ ഈ കൂട്ടുകാരന്റെ കൂടെ ഞാനും ആ കൂട്ടുകാരനെ കാണാൻ അങ്ങ് പോവുക. മറ്റേ ബോഡി ഗാർഡ്. നീ കൂടെ പറഞ്ഞ ഒരു കാട് ഇപ്പുറത്ത്. പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യം? ഒരു അയൽവാസി ഒരു സുഖം പോണ്ടേ? അയൽവാസിനെ ഞാൻ അല്ലാതെ പോയി കണ്ടോളാം. ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടാ? നീ വരുന്നുണ്ടോ? എവിടെ? അമ്മാവനെ കാണാൻ പോകാനായിട്ട്. നീ ഇന്ന് പോവാന്ന് പറഞ്ഞ? നാളെ. ഇന്നിപ്പോ എനിക്ക് പോകാൻ പറ്റില്ല, നാളെ പോകാന്ന് വെച്ചാ. ആരൊക്കെ കൂടിയാ പോണേ? ഇവിടെ വരുന്നുണ്ടോ? നിന്റെ പഞ്ചായത്തിലെ നിനക്ക് വോട്ട് വന്ന് എല്ലാവരും വിളിച്ചോണ്ട് പോകാൻ പോണു. എടാ, അമ്മാവനെ കാണാൻ ഞാനും അമ്മയും കൂടെ പോണു. അപ്പൊ ഇവള് വരുന്നില്ലേന്ന്? അയ്യോ, അവക്ക് സമയം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ആരായി നിൽക്കുന്നത്? നാട്യതിലകം, നാട്യരത്നം, കലാതിലകം. എന്നെ വിളിച്ചേട്ടൻ, എന്നെ വിളിച്ചിട്ട് പറ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലേ ചേച്ചി? എന്താ? എന്റെ അടുത്ത് പറഞ്ഞ പോലും ഇല്ലല്ലോ ഏട്ടൻ. അപ്പൊ അമ്മയും മോനും കൂടി പ്ലാൻ ചെയ്തങ്ങ് പോവാണോ? ഒന്നുമില്ല. എടാ, അത് മോശം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നപ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അറിയാലോ, അമ്മ ഇങ്ങനെ കറങ്ങി ചുറ്റി വരും. അമ്മാവനെ കാണുന്നു എപ്പോൾ തോന്നിയാലും എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി അമ്മാവനെ കാണിക്കണം. കണ്ടേ അടങ്ങും, അറിയാലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേ എന്താടാ ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വരാത്തത്, ഇതിനെ ചെറുക്കൻ ഇങ്ങോട്ട് വരാത്തത് എന്താ? ഞാൻ പറഞ്ഞത് അവിടെ എന്താ പണിയുണ്ടെന്നൊക്കെ അല്ല അമ്മായി പറഞ്ഞത്. അതൊന്നുമല്ല, ഇവര് തമ്മിൽ വഴക്കാണെന്ന്. ഇതൊരു വഴക്കാനാണ് അവൾ ഒറ്റയ്ക്ക് വരുന്നത്. ഇല്ലെങ്കിൽ രണ്ടുകൂടെ ഒരുമിച്ചല്ലേ വരുവുള്ളൂ. പക്ഷെ എന്തോ ഉണ്ട് കേട്ടാ. ഒന്നുമില്ല, എന്തോ വഴക്കുണ്ട്. ഒന്നുമില്ല. അതെന്തെങ്കിലും കാണും. അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ അമ്മയ്ക്ക് എന്താണ് ആവശ്യം?
ചെറുക്കനെ കണ്ടോളാൻ മതി. അപ്പൊ എന്ത് വേണം, നാളെ രാവിലെ നിങ്ങളെ ഒരു ബസ് കയറ്റി വിട്ടാൽ മതി, ഞാനങ്ങ് പൊയ്ക്കോളാം. അപ്പൊ അമ്മയ്ക്ക് ഉറപ്പായിട്ടും അറിയാമേ അമ്മ ഒറ്റയ്ക്ക് വിടില്ലെന്നുള്ളത്. അപ്പൊ ആ ബുദ്ധിമതിയായ അമ്മ പറഞ്ഞപ്പോ മണ്ടനായി ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാൻ പറഞ്ഞു. നീ സമ്മതിച്ചല്ലോ മണ്ടനാന്ന്. അതെ, സമ്മതിച്ചല്ലോ. എനിക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലായി. ശരിക്കും പറഞ്ഞ അമ്മായിയും അമ്മാവനും കൂടി അല്ല വഴക്ക്. അമ്മ ഫോൺ ചെയ്തപ്പോ അമ്മാവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അമ്മാവൻ അത് കയറി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മാവൻ ഇങ്ങോട്ട് വരാത്തത്. അമ്മയ്ക്ക് അത് മനസ്സിലായി. അപ്പൊ അമ്മയ്ക്ക് ഇത് ഇവിടെ നമ്മളോട് പറയാൻ പറ്റില്ല. അപ്പൊ നൈസായിട്ട് അങ്ങ് പോവാ. അവിടെ പോയി ഒന്ന് കൂട്ടുകൂടാ. കണ്ടോടനെ തീരുമല്ലോ, കണ്ടോടനെ പ്രശ്നം തീരും. അമ്മ എന്തൊരു പഠിച്ച മുതലായിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞ് ചൂടായിട്ടുണ്ടാവും. ഇതാട്ടാ കാര്യം. അമ്മ എന്തോ പറഞ്ഞത് അമ്മാവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അമ്മാവൻ വരാത്തത്. ഞാൻ ഒന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു, അവർ നീ വിളിക്കാന്ന് വേണ്ട, എനിക്ക് കാണണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. പോണ്ടെങ്കിൽ പോ. എന്ത് ഞങ്ങൾ ചിലപ്പോ പോവും, ചിലപ്പോ നമ്മൾ വരും. ഞങ്ങൾ അതുവഴി എന്നിട്ട് കറങ്ങി ഇതുവഴി ഞങ്ങൾ അതുവഴി മൂന്നാർ പോണം. നീ വരണ അങ്ങനെയാണ് എടപ്പഴഞ്ഞ് മാർക്കറ്റിൽ കൂടി ഒന്ന് നടക്കണ കുറച്ചു നേരം. എന്തിനു ചാള പഠിക്കാനാ? അമ്മൂമ്മ അത് കട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അവസാനം നിങ്ങൾ അമ്മമ്മയെ കൊണ്ട് ആ പണി എടുപ്പിച്ചല്ലേ? ആ നിങ്ങൾക്ക് സഹായിച്ചു വരുന്ന? ഞങ്ങൾ സഹായിച്ചു. ഞാൻ തേങ്ങയൊക്കെ ചെറിയ കൊടുത്ത്. പിന്നെ അമ്മൂമ്മ ഇറങ്ങി ഇവിടെ വന്നിരിക്കും. അപ്പൂപ്പ പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ. അപ്പൂപ്പ പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ. ഇത്രയും അനുസരണമുള്ള പിള്ളേരുണ്ടല്ലോ ഈ ജില്ലയിൽ കിട്ടില്ല, അപ്പുറം ജില്ലയിലുണ്ട്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളൊക്കെ സഹായിക്കൊക്കെ വേണം. അമ്മയെ സഹായിക്കണം, അച്ഛനെ സഹായിക്കണം, അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മള്. റെഡിയായോ? രണ്ടെണ്ണേ ഉള്ളൂ. അയ്യോ ഇനി ഇരിപ്പുണ്ട്, ഇത് കഴിക്ക്. ആ എടി അച്ഛൻ പറഞ്ഞ കട്ടയപ്പം അടിപൊളി സാധനം. ഇത് കൊള്ളത്തില്ലല്ലേ? ഇതാണോ അപ്പൂപ്പ കട്ടയപ്പം? ഇതന്നെയാണോ? ഇതിൽ വേഗം അമ്മയെ കൊണ്ട് ഷവർമ ഓർഡർ ചെയ്യുന്നായിരുന്നു. ഷവർമ വരുന്നു. അയ്യോ നല്ല മണമുണ്ടല്ലോ അമ്മ. എന്റെ അമ്മ എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടാക്കി തന്നിട്ടുള്ള സാധനമാണത്. തങ്കത്തിന് കൊടുക്കാതെ എനിക്ക് തരുന്ന ഇത് തങ്കം വരുന്നതിന് ഞാൻ തീർക്കരുത്. അടിപൊളിയായിരുന്നു അമ്മ. അവർക്ക് ഇതിന്റെ ടേസ്റ്റിൽ അറിയാമോ? കഴിച്ചിട്ടില്ലാത്ത പിള്ളേരല്ലേ. എന്റെ ഗുണമോ എന്റെ ടേസ്റ്റോ എന്റെ മണമൊന്നും അവർക്ക് അറിഞ്ഞൂടാ. സൂപ്പറായിട്ടുണ്ട് എന്റെ അമ്മ, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ.